Hi everyone, this is me, Casac Benjali. ഇന്ന് ലോ ഓഫ് അട്രാക്ഷന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി എല്ലാം നേടണമെന്ന് ആഗ്രഹമുണ്ട്, സ്വപ്നങ്ങൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട്, ജീവിതം മാറണമെന്ന് ആഗ്രഹമുണ്ട്, വലിയ ആളാവണം, എനിക്ക് ഇഷ്ടപ്പെട്ട കാർ വേണം, എനിക്ക് ഇഷ്ടപ്പെട്ട വീട് സ്വന്തമാക്കണം, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം എനിക്ക് സ്വന്തമാക്കണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാനും നിങ്ങളുമെല്ലാം. പക്ഷെ നിങ്ങളിത് എപ്പോഴെങ്കിലും പ്രപഞ്ചത്തോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യം ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള കാര്യം ദൈവത്തോട് പറയാതെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോട് പറയാതെ എങ്ങനെയാണ് നമുക്ക് പ്രപഞ്ചം തരിക? ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്, വിഷ് ലിസ്റ്റ്. നമ്മളൊരു കുഞ്ഞിനെയും കൊണ്ട് ഒരു ടോയ് ഷോപ്പിലേക്ക് കയറി എന്ന് വിചാരിക്കും. ഒരു 4-5 വയസ്സുള്ളൊരു കുട്ടി, വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിയെയും കൊണ്ട് നമ്മളൊരു ടോയ് ഷോപ്പിലേക്ക് കയറി. ആ കുഞ്ഞിനോട് നമ്മൾ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളത് എല്ലാം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് എന്താ ചെയ്യാം? കുറേ ടോയ്സ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അത് വാരിയെടുക്കും ഇത് വാരിയെടുക്കും, ഇതെല്ലാം വാരി വലിച്ചെടുക്കും. കാരണം എന്താ? ഒരു മനുഷ്യൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ത്വരയാണ് വാണ്ട്. അതായത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ത്വരയാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ് ഉണ്ട്, ഒരു കുട്ടിയുടെ ഉള്ളിലുണ്ട്. എല്ലാം സ്വന്തമാക്കുക, എല്ലാം നേടുക, കണ്ണിൽ കണ്ടത് ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും തന്നെ സന്തോഷിപ്പിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തമാക്കണം എന്നുള്ളത് മനുഷ്യൻ്റെ ആഗ്രഹമാണ്. വലുതാകും തോറും നമുക്കത് കിട്ടില്ല, എനിക്കതിനുള്ള ബൈയിങ് കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞ് നമ്മളത് ബ്ലോക്ക് ചെയ്ത് വെക്കും. നീ വലിയതൊന്നും കാണാൻ പാടില്ല, വലിയ സ്വപ്നം കാണാൻ പാടില്ല, നമ്മുടെ കയ്യിൽ പണമില്ല എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ പറഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ ഒതുക്കി ഒരു ഇഷ്ടവും ഇല്ലാത്ത ഒരാളായിട്ട് നമ്മൾ മാറും. എന്നാൽ ഒരു നാച്ചുറലായിട്ടൊരു മനുഷ്യൻ്റെ സ്വഭാവമാണ് വാണ്ട്, ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കുക. ഒരു കുഞ്ഞതാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഷോപ്പിങ്ങിൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞെല്ലാം വാരി വലിച്ചിടും. അതുപോലെയാണ് മനുഷ്യനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന 101 വിഷ് ലിസ്റ്റ് എഴുതുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പുസ്തകം റെഡിയാക്കി എടുക്കുക. ഒരു ജേണൽ റെഡിയാക്കി എടുക്കുക. ലോ ഓഫ് അട്രാക്ഷൻ ജേണൽ എന്ന് പറയുന്ന ഒരു ജേണൽ തയ്യാറാക്കിയതിന് ശേഷം അതിനകത്ത് നിങ്ങളൊരു അരമണിക്കൂർ ശാന്തമായിട്ടിരിക്കുക. പ്രത്യേകിച്ച് ഒരു ബഹളവും ഇല്ലാതെ മൊബൈൽ ഫോണെല്ലാം മാറ്റി വെച്ച് ഡാറ്റയൊക്കെ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ വൈഫൈ ഒക്കെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഫോണ് കുറച്ച് ദൂരേക്ക് മാറ്റി വെച്ചിട്ട് ശാന്തമായിട്ടൊരു പേനയും പിടിച്ചിരിക്കുക. എന്നിട്ടൊരു കുഞ്ഞൊരു ടോയ് ഷോപ്പിലേക്ക് കയറിയതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു വരം തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചം ഒരു വരം തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കാൻ അവസരം തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തും സ്വന്തമാക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ വിഷ് ലിസ്റ്റ് പുസ്തകത്തിൽ അത് എഴുതിയാൽ മതി എന്ന് വിചാരിക്കും. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം എഴുതി തുടങ്ങുക. മിനിമം 101 കാര്യങ്ങൾ, 101 വിഷ് ലിസ്റ്റ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. 101 ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാർ, എനിക്ക് ആഗ്രഹിക്കുന്ന കാർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, നിങ്ങൾ ആഗ്രഹിക്കുന്ന യാത്ര, നിങ്ങൾ ആഗ്രഹിക്കുന്ന പേന, നിങ്ങൾ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആവേശത്തോടെ ഒരു 10 എഴുതും. പിന്നെ നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആവും, ഒന്നുമില്ലെന്ന് തോന്നും. ശാന്തമായിട്ടിരിക്കുക, എന്നിട്ട് ആലോചിക്കാൻ തുടങ്ങും. അപ്പോൾ മൈൻഡ് ഓരോന്ന് തരും. ഒരു കുഞ്ഞിനെ പോലെ ഓരോന്നായിട്ട് തരാൻ തുടങ്ങും. അതെല്ലാം എഴുതുക. പക്ഷെ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഒറിജിനലായിട്ട് ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലംബോർഗിനി കാർ, ഒരു മെഴ്സിഡീസ് ബെൻസ് വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഒരു മെഴ്സിഡീസ് ബെൻസ് കിട്ടിയതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട്, ഒരു മെഴ്സിഡീസ് ബെൻസിൽ സഞ്ചരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു മെഴ്സിഡീസ് ബെൻസിൽ ഡ്രൈവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ ആഗ്രഹം എഴുതാൻ. ക്ലിയർ ആയില്ലേ? ഒറിജിനലായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹം എഴുതുക. ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വന്നു, അത് കിട്ടുന്നതായിട്ടും അത് ലഭിക്കുന്നതായിട്ടും അത് ആസ്വദിക്കുന്നതായിട്ടും ഫീൽ ചെയ്ത് കണ്ണടച്ച് ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ ഒരു അര മിനിറ്റോ അതിനെക്കുറിച്ച് തന്നെ ഫീൽ ചെയ്തുകൊണ്ട് ആ ഒരു വൈബ്രേഷനോടുകൂടി നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിന് കൊടുക്കുന്ന വിഷ് ലിസ്റ്റ് പുസ്തകത്തിൽ എഴുതുക. ക്ലിയർ ആയില്ലേ? ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ 101 വിഷ് ലിസ്റ്റ് എഴുതുക. അതെല്ലാം എഴുതിയതിന് ശേഷം നിങ്ങൾ അതെല്ലാം 1, 2, 3 ആവർത്തി വായിക്കുക. ഫീലോടുകൂടി വായിക്കുക. ഇതിൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്വന്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇമോഷണലായിട്ട് സന്തോഷിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വേണമെന്ന് തീവ്രമായി നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് ടോപ്പ് 3 ഗോൾ എന്ന് പറഞ്ഞ് മാറ്റി എഴുതുക.
ടോപ്പ് 3 ഗോൾ. അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വൈകാരികമായിട്ട് ഇമോഷണലായിട്ട് വേണമെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ ഒരു വർഷത്തിനുള്ളിൽ എന്ന് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗോൾസ് ടോപ്പ് 3 ഗോൾ എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുക. അത് എഴുതിയതിന് ശേഷം ഒരു ചെറിയൊരു വിസിറ്റിംഗ് കാർഡ് പോലെയുള്ള കാർഡ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്യുക, എന്നിട്ടൊരു വിസിറ്റിംഗ് കാർഡിൽ ഒട്ടിച്ച് വെക്കാം. ഓക്കെ, എന്നിട്ട് ആ ടോപ്പ് 3 ഗോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ സൈസിനകത്ത് അത് പ്രിൻ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒട്ടിച്ചിട്ടോ എഴുതി വെക്കുകയോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പോക്കറ്റിലോ നിങ്ങളുടെ വാലറ്റിനകത്ത് പേഴ്സിനകത്തോ സൂക്ഷിക്കുക. എന്നിട്ട് കൃത്യമായിട്ടൊരു ദിവസം 3 തവണ അത് എടുത്തു നോക്കണം. 3 തവണ എടുത്തു നോക്കുക. എന്നിട്ട് ആ ഒരു ഗോൾ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ഗോൾ ടോപ്പ് 3 ഗോൾ, അത് ഓരോന്നും ഒരു 5 തവണ വീതം നിങ്ങൾ ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുമായിട്ട് അത് ആവർത്തിച്ച് വായിക്കുക. ഇത് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മൈൻഡ് നെഗറ്റീവ് ആകുന്നതിൽ നിന്ന് മാറി നമ്മുടെ മൈൻഡ് കൂടുതൽ കൂടുതൽ ഫോക്കസ്ഡ് ആകും. നമ്മുടെ ഗോളിലേക്ക്, ടോപ്പ് 3 ഗോളിലേക്ക് പതിയെ 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 നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ എനർജി ഇതെല്ലാം ഇതിനനുകൂലമായിട്ട് വരാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലേക്ക്, ഒരേ ഗോളിലേക്ക് തന്നെ നിരന്തരം മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് അട്രാക്റ്റിംഗ് ഇൻ ടു യു. അതിനനുസരിച്ച് എനർജി, അതിനനുസരിച്ച് വ്യക്തികൾ, അത് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കും. ലോ ഓഫ് അട്രാക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതുപോലെ വളരെ പ്രാക്ടിക്കലായിട്ട് ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങളെ ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങളെ ഗോൾ ആകർഷിക്കാനും നിങ്ങളിലേക്ക് ആകർഷിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഗോൾ നിങ്ങളിൽ എത്തിച്ചേരാനും എല്ലാം ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കണം. പ്രാക്ടിക്കലായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ചെയ്യണം. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, സീക്രട്ട് പുസ്തകം വായിച്ചിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നമുക്കറിയാം. ബട്ട് സ്റ്റിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടുന്നില്ല. സ്റ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും സ്വന്തമാക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ നമുക്ക് സ്വന്തമാക്കാം? ഏത് രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയുക? ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കേ ഉള്ളൂ. പ്രാക്ടിക്കലായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കാം. പ്രാക്ടിക്കലായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന ടെക്നിക്കുകളെല്ലാം ഇതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നിങ്ങൾക്കത് ആഗ്രഹിക്കണമെന്നുപോയി നിങ്ങൾ അങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ച് ലൈഫിനെ മൊത്തം മാറ്റാനും, നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ ഗോളുകൾ സെറ്റ് ചെയ്യാനും, സ്വപ്നം കണ്ടതെല്ലാം സ്വന്തമാക്കാനും ആകർഷിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു 32 ദിവസം നീണ്ടു നിൽക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടിക്കൽ കോഴ്സിലേക്ക്. ഇത് 32 ദിവസം നീണ്ടു നിൽക്കുന്ന തിയറി കോഴ്സ് അല്ല, പ്രാക്ടിക്കലാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി ഇതുപോലെയുള്ള പലതരത്തിലുള്ള ടെക്നിക്കിലൂടെ നിങ്ങളുടെ ഗോളിലേക്ക് തന്നെ നിങ്ങളുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കാൻ പരിശീലിപ്പിക്കുന്ന പ്രോഗ്രാമാണ്, പ്രാക്ടിക്കൽ പ്രോഗ്രാമാണ് 32 ദിവസം നീണ്ടു നിൽക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ പ്രോഗ്രാം. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പവർഫുൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത്, നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, കടങ്ങളെല്ലാം മാറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അത്രയും പണം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള വെൽത്ത് മാസ്റ്ററി പ്രോഗ്രാം. നിങ്ങളുടെ മണി വൈബ്രേഷൻ റേസ് ചെയ്ത് പണത്തെ ആകർഷിക്കുന്നതിനുള്ള എനർജി, ബ്രെയിൻ, തോട്ട് ഇതെല്ലാം റേസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം അട്രാക്റ്റ് ചെയ്യുകയും ഫൈനാൻഷ്യൽ പ്രോബ്ലംസിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഹൈലി പവർഫുൾ ആയിട്ടുള്ള വെൽത്ത് ക്രിയേഷൻ, വെൽത്ത് എനർജി റേസിംഗ് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ പ്രോഗ്രാമാണ് വെൽത്ത് മാസ്റ്ററി പ്രോഗ്രാം. ഈ കോഴ്സിനെ കുറിച്ചും കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് മുഴുവൻ ഡീറ്റെയിൽസും തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഞാൻ കസാക് ബെഞ്ചാലി, യുവർ ഓൺ ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. താങ്ക് യു.